119 സങ്കീർത്തനം 143 വചനം. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദം ആകുന്നു. പ്രമോദം എന്നതിന് ആനന്ദം എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്, ഡിലൈറ്റ് എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കഷ്ടതയും സങ്കടവും എന്നതിന് ഭാഷ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം ഇല്ല. ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന മിക്കവാറും ആളുകൾക്ക് കഷ്ടതയുണ്ട്, സങ്കടവുമുണ്ട്. എനിക്ക് മിക്കവാറും എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചെറിയൊരു തലവേദന, അങ്ങനെ ഓരോന്നും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് താങ്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല ഈ ഭൂമി ജീവിക്കുന്നത്. കേരളം മുഴുവനും കൂടി എടുത്തിട്ട് നിങ്ങൾ എത്ര കോടി മനുഷ്യരുണ്ടെന്ന് നോക്കണം. ഇന്ത്യ മുഴുവനും കൂടി എടുത്തിട്ട് എത്രയുണ്ടെന്ന് നോക്കണം. ലോകം മുഴുവൻ എടുക്കുമ്പോൾ മറ്റൊരു കണക്ക് കിട്ടും. 800 കോടി മനുഷ്യർ ലോകത്തിൽ, 150 കോടി മനുഷ്യർ ഇന്ത്യയിൽ. ഈ കണക്ക് വെച്ചിങ്ങോട്ട് മനസ്സ് തുറന്ന് ധ്യാനിക്കുമ്പോൾ ഇതിനകത്ത് കഷ്ടതയില്ലാത്ത 1,00,000 മനുഷ്യരെ നിങ്ങൾക്ക് കാണിക്കാവോ? ഈ 800 കോടിക്കകത്ത് 1,00,000 അല്ല, ഒരാളെ കിട്ടത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ കാറുകളും വലിയ ബംഗ്ലാവുകളും ഉണ്ട്. അത് കണ്ട് നമ്മൾ ചിലപ്പോൾ മനസ്സുരുകും. ഒരു കല്യാണത്തിന് മുടക്കുന്ന പണമുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റിനെ കടത്തിവിട്ടു. അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഭൂമിയിലുണ്ട്. പക്ഷേ കഷ്ടതയും സങ്കടവും അവർക്കുണ്ട്. അവര് പണം കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിലും കഷ്ടതയും സങ്കടവും നിർമാർജനം ചെയ്യാൻ ആർക്കും കഴിയില്ല. പിന്നെ എന്താണ് മാർഗം? മാർഗം അവിടെ പറയുന്നുണ്ട്, നിന്റെ ന്യായപ്രമാണം, നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകും. ഇതിങ്ങനെയാണ്. പക്ഷേ എൻ്റെ പ്രമോദം, എൻ്റെ ഡിലൈറ്റ്, എൻ്റെ ആനന്ദം, അതിനെ ഇതൊന്നും ബാധിക്കത്തില്ല. ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ അല്ല. വിശ്വസിക്കാൻ പറ്റും, പക്ഷെ അംഗീകരിക്കാൻ പറ്റുകയില്ല, അല്ലേ? ഇതറിയാം, ഇത് വേദശാസ്ത്രം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ പാസ്റ്ററെ? അതെ, നമുക്ക് അങ്ങനെയാകാൻ ശ്രമിക്കാം. തോറ്റു കൊടുക്കില്ലെന്ന് പറയാം. കഷ്ടത നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും, വേദന നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ വചനത്തിലുള്ള വലിയ ആനന്ദം നാം കണ്ടെത്തിയാൽ നമുക്ക് കഷ്ടത്തെ തോൽപ്പിക്കാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ
സന്ദർശിക്കുക.